ഹലോ ഫ്രണ്ട്സ്, നിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പച്ചക്കറി വിളവെടുപ്പും അതിൻ്റെ പാചക രീതിയും ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒത്തിരി ആൾക്കാർക്കും അധികം ഇഷ്ടപ്പെടാത്ത ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക കേട്ടോ. എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിൽ രാവിലെ മുളകൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന കോവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ വെക്കുന്ന രീതിയിൽ ഒന്ന് വെച്ച് നോക്കിയാൽ പിന്നെ നമ്മൾ കോവയ്ക്ക അത്ര ഫേവറേറ്റ് ഒരു സംഭവമായിട്ട് മാറും കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെയാണ്. പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കോവയ്ക്ക, പക്ഷേ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ നമ്മളത് വെക്കുന്ന രീതിയും അതിൻ്റെ വിളവെടുപ്പും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോവൽ. ഒരു ഒറ്റ മൂട് നട്ട് കൊടുത്ത കോവലാണ്. ഇപ്പോൾ അതൊരു പന്തലിട്ട് കൊടുത്തിട്ട് അതിതാ ഇവിടുന്ന് അങ്ങേയറ്റം വരെ അങ്ങ് പടന്ന് കിടക്കുവാണ്. ഇടയ്ക്കൊക്കെ കരിഞ്ഞു പോകുന്ന കാണാം, പക്ഷെ പിന്നെ അത് തന്നെ പൂർവാധികം ശക്തിയോടെയും കിളിച്ചു വരും. ഈ ഒരു ഒറ്റ മൂട് വെച്ച് കൊടുത്താണ് ഒരു കുഞ്ഞു കമ്പ്. ഈ വലുപ്പത്തിലുള്ളൊരു കമ്പ് എനിക്ക് എൻ്റെ അമ്മയുടെ ആങ്ങള തന്നു കേട്ടോ. മാമൻ തന്നതാണ്, കൊണ്ട് മൂട് പിടിപ്പിക്കുന്നു പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത്രയും നീളത്തിലൊരു കുഴി എടുത്തിട്ട് ചെരിച്ച് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. കമ്പ് ചെരിച്ച് ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി, തന്നെ പൊട്ടി കിളിച്ച് വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെച്ച് കൊടുത്താണ്. ഇത്രയും നീളത്തിൽ ഒരു കമ്പ് വെച്ച് കൊടുത്ത് ഇച്ചിരി മൂടിയിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരാഴ്ചയായപ്പോൾ പൊട്ടി കിളിച്ച് വരാൻ തുടങ്ങി. വേറെ ഒരു പരിചരണവും വേണ്ടാത്തൊരു സാധനമാണ് കോമ്പൽ. മറ്റെന്തിനായാലും ഇടയ്ക്ക് വളമിട്ട് കൊടുക്കുകയും ഒത്തിരി കൂടെ നിൽക്കണം. പുഴു ശല്യവും അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇതിന് യാതൊരു വളവും വേണ്ട. നമുക്ക് 2-3 ദിവസം കൂടുമ്പം ഇഷ്ടം പോലെ പറക്കുകയും ആവശ്യത്തിനനുസരിച്ച് കറി വെക്കുകയും ചെയ്യാം. അപ്പം ഇത് നല്ല ഇനം നോക്കി വേണം കേട്ടോ. ഇത് എടുത്ത് നമ്മൾ കമ്പെടുത്ത് വെക്കാൻ നല്ല നീളമുള്ള കോവയ്ക്ക കിട്ടും, കുരുട്ടല്ലാത്തത്. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഒരെണ്ണം പറിച്ച് ഒരു കോവയ്ക്ക പറിച്ചൊരു 3-4 ദിവസം ആകുമ്പോഴത്തേനും അടുത്തത് പരുവായി വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ നമ്മുടെ മുറ്റത്തൊന്ന് ഇത്തിരി പച്ചക്കറിയൊക്കെ വെച്ച് കറി വെച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയല്ലേ. കോവയ്ക്ക ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ മാമൻ ഇങ്ങനെ അവിടുത്തെ കോവയ്ക്ക ഇങ്ങനെ പറിച്ച് തന്ന് അത് വന്ന് കറി വെച്ച് കൂട്ടിയപ്പോൾ എന്തോ പ്രത്യേക ടേസ്റ്റ് തോന്നി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഇതിനേക്കാളും ഒത്തിരി ടേസ്റ്റ് കൂടുതൽ തോന്നി. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് കോവയ്ക്ക ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. ഒരു 5-6 പേരുള്ള ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള കറി വെക്കാനുള്ള കോവയ്ക്ക നമുക്ക് കിട്ടും കേട്ടോ. ഒരു കറിക്കുള്ളത് നമുക്ക് കിട്ടും. നമ്മൾ ഈ കോവയ്ക്ക കറി വെക്കുമ്പോഴല്ലോ ഇത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ടല്ലോ, അത് കുറച്ച് നേരം ഇതുപോലെ മുറത്ത് വെല്ലോട്ട് ഇത്തിരി ഫാൻ്റെ കിഴ വല്ലതും വരും കേട്ടോ. ഇത് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി വെക്കും. നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത് നമ്മൾ സവോള ഇടുന്നില്ല കേട്ടോ. ചിലർ മെഴുക്കുവരട്ടിക്ക് സവോള ഇടുമല്ലോ, പച്ചമുളക് മാത്രമേ ഇടാറുള്ളൂ. കോവയ്ക്കകത്ത് എണ്ണ ചൂടാൻ ശേഷം പച്ചമുളകും കോവയ്ക്ക ഇട്ടിട്ടാണ് ഇളക്കാറ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടാണ്ട് ഇളക്കി കൊടുക്കാറ്. സവോള ഓപ്ഷനിലാണ്, നമ്മൾ സവോള ഇടാറില്ല. പച്ചമുളകിനിടയിൽ ചുമന്ന് കാണുന്നത് മുളക് മഴയായിട്ട് പറിക്കാൻ മുകളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഉള്ള മുളക് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചുവന്ന മുളക് കിടക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സിമ്മി വെച്ചിട്ട് ഒന്ന് വേവുന്നിടം വരെ സിമ്മി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ചൂട് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ല ഫ്രൈ ആക്കി അങ്ങ് എടുക്കണം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക്. അപാര ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എന്തൊരു സൂപ്പറാണെന്നറിയാമോ. ഇത് നമ്മൾ സത്യം കറിയിലല്ല ചുമ്മാ അള്ളങ്ങ് തിന്നു, അത്ര ടേസ്റ്റാണ്. ഈ പ്രത്യേകിച്ച് ഈ പൊതിച്ചോറിൻ്റെ അകത്തൊക്കെ ഈ മീൻ പൊടിച്ചതിൻ്റെ മുട്ട പൊരിച്ചതിൻ്റെ കൂടെ ഇച്ചിരി ഇതുകൂടെ വെക്കുകയാണെങ്കിലോ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. മാത്രമല്ല കോവലും ഇതുപോലെ ഒരു തണ്ട് ഒന്ന് വെച്ച് പിടിപ്പിക്കണം. നമുക്ക് മിക്കപ്പോഴും പറിച്ചൊരു 4-5 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ കോവയ്ക്ക പറിച്ചിട്ട് കറിയൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.